ആത്മമിത്രം ആത്മമിത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം അർപ്പിക്കുന്നു. സഭ എന്ന ചുരുങ്ങിയ നിമിഷത്തിലെ പാഠങ്ങളുടെ 40ാമത്തെ പാഠത്തിലേക്ക് വന്നു. 39ാമത്തെ പാഠം ഞാൻ അവസാനിക്കുമ്പോൾ നാമങ്ങൾ സഭയ്ക്ക് ചെയ്ത ദോഷം എന്താണ് എന്ന് പറഞ്ഞു. ഇനി അത് അതിനെക്കുറിച്ച് മുറോട്ട് പോകുന്നില്ല. അത് നേരെ കേട്ടവർക്ക് മനസ്സിലായല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമാണ് ഓരോ സഭാകൂടിലും നടത്തേണ്ടത്. മത്തായി 18 കർത്താവ് പറഞ്ഞത് നോക്കുക. എൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. മത്തായി 28 അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ, അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആ തുടർച്ചയായിട്ട് ആ വാക്ക് സംക്ഷേപിച്ച് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നാണ്. ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നാണ് ആ വാക്ക് പിന്നെ സംക്ഷേപിച്ച് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:36 ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു, യേശു മാത്രമല്ല, രക്ഷാവ് മാത്രമല്ല, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ഇപ്പോൾ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരുന്നു ഇസ്രായേൽ ഗൃഹം അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ ഓർപ്പിച്ചു. അവൻ സകലത്തിനും മീതെ തലയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മഹത്വം എടുത്തു പറയേണ്ട 3 വേദഭാഗങ്ങൾ എല്ലാ വേർപെട്ടവരും മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് യോഹന്നാൻ 5:19-20, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. അതുപോലെ തീത്തോസ് 2:12, അവൻ മഹാദൈവമാണ്. റോമർ 9:3, അവൻ സകലത്തിനും ഇത് ദൈവമാണ്. അങ്ങനെയുള്ള ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് ഒരാക്ഷേപമാണ്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, പലരും യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അവിടെ നമ്മൾ ഉപദേശപരമായി കാണുന്ന കാര്യം ഇപ്പോൾ യേശു മാത്രമല്ല, രക്ഷിതാവ് മാത്രമല്ല, കർത്താവും ദൈവവുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ സഭ സ്ഥാപിച്ചപ്പോൾ സഭയുടെ നിലനിൽപ്പിനായി വേണ്ടതെല്ലാം നൽകിയാണ് സ്ഥാപിച്ചത്. സഭ നടത്തുന്നതിന് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും സഭയ്ക്കുള്ളിൽ ഉണ്ട്. സഭ തലയോളം വളരണം എന്നതാണ് സഭയുടെ വ്യവസ്ഥിതി. എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ ആത്മീയ പരിജ്ഞാനമുള്ളവരായി ഇരിക്കണം എന്നതാണ് അതിൻ്റെ സാരം. അപ്പോൾ ഇതിനെ സഭയ്ക്ക് തന്നിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനാൽ നൽകുന്ന കൃപാവരങ്ങളും. ഈ കൃപാവരങ്ങൾ പ്രാപിച്ച് തങ്ങളുടെ കൃപാവരങ്ങൾ സഭയ്ക്കുള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സ്വന്തമായി പ്രവർത്തിക്കാനുള്ള, ചിലർക്ക് പ്രസംഗിക്കാനായിട്ട് വരമുണ്ട്, ചിലർക്ക് നൈസർഗികമായ കഴിവുണ്ട്. ഈ കഴിവ് അവർ ഉപയോഗിച്ച് അവരുടേതായിട്ട് പ്രസംഗിച്ച ശൈലി ഉണ്ടാക്കും. അങ്ങനെയുള്ളവരുണ്ട്. സഭയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടന്നു വരേണ്ടതാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഇത് ശരീരത്തിൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് പ്രയോജനകരമായി തീരും. അങ്ങനെ സഭ വളരുകയും ചെയ്യും. ഈ പെരുമാറ്റച്ചട്ടത്തിലെ 6ാമത്തെ കാര്യമാണ് ഇനി പറയുന്നത്. 1 കൊരിന്ത്യർ 4:1, 5 വരെ. കാര്യവിചാരകത്വം. ഇത് സഭാഭരണത്തിൻ്റെ പ്രധാന ഘടകമാണ്. കാര്യവിചാരകത്വം എന്ന് പറയുന്നത് നടത്തിപ്പ് തന്നെയാണ്. കാര്യവിചാരകൻ, കർത്താവ് ഒരു കാര്യവിചാരകൻ്റെ ഒരു ഉപമ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ വന്നു. ആക്ഷേപം വന്നപ്പോൾ ലൂക്കോസ് 16 അതിൻ്റെ ആദ്യ ഭാഗത്ത് അവിടെ കർത്താവ് പറയും, പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ്, ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരം ഉണ്ടായിരുന്നു. അവനവൻ്റെ വസ്തുവക നാനാവിധമാക്കുന്നതെന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനെ വിളിച്ചു, നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്ന എന്ത്? നിൻ്റെ കാര്യവിചാരത്തിനെ കണക്ക് ഏൽപ്പിച്ചെറിയുക, നീ ഇനി കാര്യവിചാരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിമാനായിരുന്നു. അവൻ കൃത്രിമമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ചു നിന്നു. അത്തരത്തിലെ കാര്യമല്ല പറഞ്ഞത്. കാര്യവിചാരത്തിൻ്റെ കണക്ക് ചോദിക്കും, കണക്ക് ബോധിപ്പിക്കേണ്ടത്. ഈ കാര്യമാണ് നടത്തുന്നവരെക്കുറിച്ച് എബ്രായർ 13:17 പറഞ്ഞു, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകാൻ. അപ്പോൾ ഈ കാര്യവിചാരകത്തിലെ പ്രധാന കാര്യം വിശ്വസ്തരായിരിക്കും എന്നുള്ളതാണ്.
അത് ഈ വിശ്വസ്തരാകുക എന്ന് പറഞ്ഞത് പണസംബന്ധമായ ഇടപാടിൽ മാത്രമല്ല. ചിലത് ധരിച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞ കാര്യം സഭയുടെ പണത്തിൻ്റെ കാര്യത്തിലാണെന്ന്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവിടെ പറയുന്ന സഭാമൂപ്പന്മാർ ആയിരിക്കുന്ന നടത്തിപ്പുകാരുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, അയൽവക്കാരുടെ കാര്യത്തിൽ, സഭാ മക്കളോടുള്ള കാര്യത്തിൽ, ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അവർ വിശ്വസ്തരായിരിക്കുന്നതാണ് പറഞ്ഞത്. ഈ കാര്യം ഈ ഇങ്ങനെ പറയുന്നിടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സഭയ്ക്ക് നേരിടുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാനാണ് ഈ കത്തോലിക്കർ അവരുടെ പുരോഹിതന്മാർ കല്യാണം കഴിക്കില്ല, പിന്നെ ഭാര്യ കൊണ്ടും മക്കളെ കൊണ്ടും പ്രശ്നമുണ്ടായപ്പോൾ മക്കൾ ദുർനടപ്പുകാരായിട്ട് ഒരപമാനം സഭയ്ക്ക് വരില്ല. സിലോൺ പെന്തിക്കോസുകാർ അങ്ങനെ ചെയ്യുന്നത്. മക്കളും ഭാര്യയും ഉണ്ടായിരുന്നവരെ ഉപേക്ഷിച്ചിട്ട് അവർ വേറെ സ്ഥലത്ത് താമസിച്ച അങ്ങനെയുള്ള, ഇപ്പോൾ ഇതല്ല, കഴിഞ്ഞ തലമുറയിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വചനപരമല്ല. വചനപരമായിരിക്കുന്ന കാര്യം, ഞാനൊരു സഭാമുപ്പനാണ്. എൻ്റെ സഭാംഗത്തിൽ ഒരുവന് തൻ്റെ ദൃഷ്ടിയിൽ എന്നെ വിസ്തരിക്കുവാനുള്ള അവസരമുണ്ട്. ഞാൻ തികഞ്ഞവനല്ല. അപ്പോൾ എന്നെ വിസ്തരിക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞ് തൻ്റെ വിസ്താരം കഴിഞ്ഞ് ലഭിക്കുന്ന ഉത്തരമാണ് എൻ്റെ വിശ്വസ്തത. എൻ്റെ സഭയിലൊരു സഭാംഗം എന്നെ പരിശോധിച്ച് വിസ്തരിച്ച ശേഷം ലഭിക്കുന്ന ഉത്തരമാണ് എൻ്റെ സഭയിലെ വിശ്വസ്തത. ഇതിൻ്റെ 1 Thessalonians 2:10-15 ഞാൻ പറഞ്ഞു, നാം കണ്ടതാണ്. എൻ്റെ പ്രവൃത്തിയും സാക്ഷ്യവും എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് സഭാമക്കളിൽ, അതിലത്തെ വിശ്വസ്തത എങ്ങനെയാണ് വേണ്ടത്, അത് എത്ര പവിത്രമായി നീതിയായി അനന്യമായി പെരുമാറിയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങൾ സാക്ഷി, ദൈവവും സാക്ഷി. അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് പ്രായോഗിക തലത്തിലാണ്. സഭാ പരിപാലനത്തിനായി പ്രത്യേക ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സഭാ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ. സുവിശേഷ വേലയ്ക്ക് വേർപെടുന്ന കാലത്ത് ഞാൻ ഒരാളുടെ കാര്യം പറയുകയാണ്. എൻ്റെ പിതാവിൻ്റെയൊക്കെ സമകാലികനായ ഒരാളാണ്, ആളെ അറിയാം, പേര് പറയാൻ പാടില്ല. അദ്ദേഹം ആ കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ട്രാക്ട് വിതരണം ചെയ്യും, ആളാമൃതി വേല ചെയ്യും, ആ കാലത്തുള്ള മാസവേലകളിലെല്ലാം സംബന്ധിക്കും. ഒറ്റയ്ക്കാണ് പുള്ളി അധികം പ്രവർത്തിച്ചിരുന്നത്, ഒറ്റയാൾ പ്രവർത്തനക്കാരൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ പോകുന്ന കാലത്ത് ഒരു തീരുമാനമെടുത്തു, ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേർതിരിയും. താനങ്ങനെ വേർതിരിഞ്ഞു തീരുമാനങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10-60 വരയ്ക്ക് നിലമൊക്കെ കൃഷി ചെയ്യാനുള്ള ആളാണ്. പുള്ളി എല്ലാത്തിൽ നിന്നും ദശാംശം മാറ്റി വരും. അന്ന് കാര്യമായിട്ട് നെല്ലാണ് കുറച്ച് കശു വേണ്ടിയുള്ളൂ, വേറെ കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല. നെല്ലൊക്കെ അളന്ന് കൃത്യമായിട്ട് വളർന്ന് മാറ്റി വെച്ചു താൻ വേലയ്ക്ക്. അപ്പോൾ താനിങ്ങനെ വേലയ്ക്ക് പോകുമ്പോൾ ഈ മാറ്റി വെച്ചതിൽ നിന്ന് എടുത്ത് തൻ്റെ വീട്ടുകാര്യം നടത്തി ഇങ്ങനെ വന്നു. അപ്പോൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞെങ്ങനെയാണ്, ഞാൻ കർത്താവിൻ്റെ വേലക്കാരനാണ്, കർത്താവിന് വേലയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി മാറ്റി വെച്ചത് വേലക്കാരൻ എൻ്റെ കൂലിക്ക് യോഗ്യനാണ്, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, ഇതിൽ എത്ര വിശ്വസ്തതയാണ് പുള്ളി പാലിക്കുന്നത്. പുള്ളിയാണോ തീരുമാനിക്കുന്നത് പുള്ളിക്ക് നൽകേണ്ട കാര്യം, കർത്താവാണോ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഇത് നടന്നൊരു കാര്യമാണ്. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ. ഇതൊന്നും അത് സഭയോട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നില്ല. പുള്ളി സ്വന്തമായി എടുത്ത തീരുമാനം, സ്വന്തമായി വേലയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വേലക്കാർ എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കാനുള്ളത് താനെടുക്കുകയല്ല, ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് താൻ ദൈവത്തിൻ്റെ വകയാണ്, തനിക്കുള്ളതും ദൈവത്തിൻ്റെ വകയാണ്, എനിക്കുള്ളതും ദൈവത്തിൻ്റെ വകയാണ്. ആ നിലയിൽ ദൈവത്തിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കുന്നവനാണ്, ദൈവത്തിന് കൊടുക്കുന്നതിനായിട്ടല്ല. മാറ്റിവെച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. അപ്പോൾ വിശ്വസ്തതയ്ക്ക് 4 പൊതുതത്വങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ 4 തത്വം പൊതുവിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 15:20 അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ സന്ദർഭം ഇതാണ്, യഹൂദന്മാരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളാണ് ഒന്നാം ഘട്ടത്തിൽ. അപൂർവമായിട്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം ജാതികളിൽ നിന്ന് വന്നപ്പോൾ അവരോട് പരിച്ഛേദന കഴിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വാദിക്കുന്ന യഹൂദ പരിച്ഛേദനവാദി വിശ്വാസികൾ വന്നു. ഇത് തമ്മിലുള്ള തർക്കമാണ് 1 Corinthians 15 ഒന്നാമത്തെ സുനകതു സഭ ഐക്യമായി കൂടി വന്ന് തീരുമാനമെടുത്ത കാര്യം. ആ തീരുമാനത്തിലെടുത്ത തീരുമാനം ഇതാണ്. അപ്പോസ്തലപ്രവൃത്തി
15:20. 1 വിഗ്രഹമാലിന്യങ്ങൾ, 2 പരസ്യങ്ങൾ, 3 ശ്വാസം മുട്ടിച്ചത്ത്, 4 രക്തം. ഈ 4 കാര്യം വർജിച്ചിരിക്കാനാണ് പറഞ്ഞത്. അവിടെ ആ വേദഭാഗം വായിച്ചാൽ അറിയാം. അന്ന് ദേശീയമായി ന്യായപ്രമാണം കവലതോറും പ്രസംഗിക്കാറുണ്ട്. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും ന്യായപ്രമാണം നിസ്തുല്യത്തെക്കുറിച്ചും യഹൂദ മതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ ന്യായപ്രമാണം അന്ന് പൊതുവിലെ സാമാന്യ ജനത്തിനും അറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ന്യായപ്രമാണം എല്ലാവർക്കും അറിയാം. കൊല ചെയ്യരുത്, വെട്ടിക്കരുത്, കള്ള സത്യം ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ വേറെ പറയുന്ന 4 കാര്യം യഹൂദ ക്രിസ്തവരിൽ അവർ പാലിച്ചു വരുന്നതാണ്. എന്നാൽ ജാതികളിൽ നിന്ന് വന്നവർക്ക് ഈ കൽപ്പന ആരും ഉപദേശിച്ച് കേൾക്കുന്നില്ല. ഇത് ഒരു പ്രധാനമായ കാര്യമാണ്. ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിലെ വിശ്വസ്തത കൊണ്ട് ഒന്നാമത്തെ കാര്യം വിഗ്രഹമാണ്. വിഗ്രഹമാലിന്യങ്ങൾ. വിഗ്രഹമാലിന്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ബ്രദറുകാരെ പൂർവ്വരെ ആഭരണം വർജിച്ചിരുന്നു. താലിചരട് കെട്ടിയ അമ്മമാരെ ഞാൻ ഓർക്കുന്നുണ്ട് ചുരുക്കം. അപ്പോൾ ആഭരണവർജനം സ്വർണ്ണ നിഷേധമല്ല, അത് വിഗ്രഹമാലിന്യം ആയതുകൊണ്ട്. ഇവിടെ കേരളത്തിൽ ചെയ്തിരുന്ന എല്ലാ ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ ആഭരണങ്ങളും വിലയ്ക്ക് വാങ്ങുന്നതെല്ലാം തന്നെ ഭാരതീയ ക്ഷേത്ര വിഗ്രഹങ്ങളുടെ സമർപ്പണ പാനലിലുള്ളതാണ്. അതുകൊണ്ട് കനായിത്തൊമ്മനൊക്കെ വന്ന കാലത്ത് ഒരിക്കലും ഇവിടുത്തെ സംസ്കാരത്തെ ആഭരണങ്ങൾ ധരിക്കാതെ അന്ന് വിവാഹം കഴിക്കുമ്പോൾ ക്രൈസ്തവർ തട്ടാന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വർണം അവർ പറയുന്ന മാതിരി ഇവിടുത്തെ കമ്മൽ ഒക്കെ നക്ഷത്ര സേവയുള്ളതായിരുന്നു. അതുപോലെ കർണാടകത്തിലെ കമ്മലുകളിൽ കാള എന്ന ദേവൻ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കാളി എന്ന ദേവി ഉണ്ടായിരുന്നു ആഭരണങ്ങളിൽ. ഇവിടെ കൃഷ്ണനും മറ്റ് ദൈവങ്ങളിലൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ലോക്കറ്റ്സും മാലകളുമാണ്. എന്നാൽ അതുകൊണ്ട് കനായിത്തോമൻ അവിടെ നിന്ന് വന്നിട്ട് തോട, മേക്കാമോതിരം, മോതിരം, കുരിശുള്ള താലി, ഈ വക കാര്യങ്ങളെല്ലാം വീട്ടിൽ സ്വർണ്ണപ്പണിക്കാരെ വരുത്തി ഉണ്ടാക്കി. ഈവൻ ഓട്ടുപാത്രങ്ങൾ വരെ അതിൽ സൂക്ഷിക്കപ്പെട്ടു. അമ്പലത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിളക്കുകളും ഓട്ടുപാത്രങ്ങളും വീട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ അക്കാലത്ത് പൂർവ്വ ക്രൈസ്തവർ ശ്രദ്ധിച്ചിരുന്നു എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആളുകൾ ആഭരണം വർജിച്ച് സ്വർണ്ണ നിഷേധം ആയിരുന്നില്ല ഒരിക്കലും. അതിലുപരി അതിലെ വിഗ്രഹ മാലിന്യങ്ങളെ നീക്കുക എന്നതായിരുന്നു. ഈ കാര്യം എത്ര പേര് ഇങ്ങനെ ഗ്രഹിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ. നാം ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആഭരണം ധരിക്കുന്നതിനെക്കുറിച്ച് സ്വർണ്ണ നിഷേധമല്ല, ആഭരണം ധരിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു വിഗ്രഹാധിഷ്ഠിത ഭാവം ഉള്ളതുകൊണ്ടായിരുന്നു. ആഭരണം ധരിക്കാതിരുന്നുകൊണ്ട് വേറെ നഷ്ടങ്ങളൊന്നും വന്നില്ല. ധനം കുറഞ്ഞു പോയിട്ടില്ല, മാന്യത കുറഞ്ഞു പോയില്ല, സൗന്ദര്യം കുറഞ്ഞു പോയില്ല, ഇതൊന്നും വന്നില്ല. ധരിച്ചവർക്ക് കൂടുതലില്ല, അവരുടെയൊക്കെ കള്ളന്മാരും അടിച്ചുകൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സഹോദരി വിശ്വാസത്തിൽ വന്നിട്ട് അവർ പിന്മാറിപ്പോയി. അവർ ആഭരണം ഇട്ട് നടന്നു. ഒരിക്കൽ അവരുടെ വീട്ടുവേലയ്ക്ക് നിന്ന ഒരു സ്ത്രീ അവർക്ക് ആഹാരത്തിലെന്തോ മയങ്ങുന്ന വിഷം കൊടുത്ത് ആ ആഭരണമൊക്കെ തട്ടിക്കൊണ്ടുപോയി. അതൊന്നും ഇന്നുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ ആഭരണം ധരിക്കാതിരിക്കുന്നത് സ്വർണ്ണ നിഷേധമല്ല, അതിനകത്ത് വിഗ്രഹ മാലിന്യങ്ങളെ നാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഇതിനേക്കാൾ അപകടം പിടിച്ച പല കാര്യങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട്. ചില വസ്ത്ര ബ്രാൻഡുകൾ സാത്താന്യ നാമങ്ങളിൽ അറിയപ്പെടുന്നതുണ്ട്. ഇപ്പോഴും നമ്മളറിയാതെ ധരിക്കുന്നു, നമ്മുടെ ആളുകൾ ധരിച്ചു വരുന്നത് ചില ബനിയനുകൾ, ചില പാൻസുകൾ, ഇത്തരം ചില സാധനങ്ങൾ ഷെഡ് വരെ, എന്നുവെച്ചാൽ അടിവസ്ത്രം വരെ സാത്താന്യ ബ്രാൻഡുകളാണ്. ആരെങ്കിലും ഇത് മനസ്സിലാക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ 5 കുതിരകളുടെ ചിത്രം തൂക്കിയിട്ടാണ് കാണാറുണ്ട്. ഞാനൊരു പ്രസ്സിൽ പോയപ്പോൾ കണ്ടു. ഞാനത് പറഞ്ഞു, അതൊരു ദേശത്തിൻ്റെ വിഗ്രഹമാണ്, ഒരു ദേശത്ത് ആരാധിച്ചു വരുന്ന വിഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഇനി ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വേർപാടെന്ന് പറഞ്ഞാൽ എത്ര
ശക്തമാണ്. വീട് പ്രതിഷ്ഠയ്ക്ക് കുറ്റിവയ്ക്കുന്നതിന് പച്ച മരത്തിൻ്റെ, പാലുള്ള മരത്തിൻ്റെ കമ്പ് വേണമെന്ന് ആശാരി പറയുന്നത്. അതുപോലെ കോൺ തിരിച്ച് വരുമ്പോൾ കന്നിമൂലയൊക്കെ തിരിക്കുന്ന ലക്ഷണങ്ങൾ, മുറികളിൽ മരണമുറിയൊക്കെ ഉണ്ട്. ഇത് വിശ്വാസിയെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമല്ല. ഞാനിത് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ പറയട്ടെ. എന്നിട്ട് വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പാല് കാച്ച്. ഈ കാര്യം ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ നമ്മുടെ ഒരു സഹോദരി അവിടെ കല്യാണം കഴിച്ച, അവർ ഇവിടെ നമ്മുടെ വിശ്വാസി വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചാൽ ബാപ്റ്റിസ്റ്റിലായിരുന്നു. കൊല്ലത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ വീട് പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ അവിടുത്തെ പാസ്റ്റേഴ്സ് ചേർന്ന് നിന്നാണ് കലത്തിൽ കാല് കാച്ചത്. ഞാനത് കഴിഞ്ഞ് ചോദിച്ചു, ഇതെവിടുത്തെ ഏത് വെളിച്ചത്തിലാണ്? ഞാൻ ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബ്രാഹ്മണൻ വസിഷ്ഠ മുനിയുടെ പശുവിൻ്റെ പാല് കാച്ചി, ക്ഷത്രിയൻ വർമ്മ ക്ഷത്രിയരുടെ പശുക്കളുടെ പാല് കാച്ചി, യദവർ കൃഷ്ണൻ്റെ പശുവിൻ്റെ പാലുകൾ കാച്ചി. ഇവിടെ അവരെല്ലാം കാച്ചുന്നത് അവരുടെ ദേവീദേവന്മാർക്ക് നിവേദിച്ചതാണ് പാല് കാച്ച്. എന്നാൽ വേർപെട്ടവരായ നമ്മുടെ വീടുകളിൽ എന്തർത്ഥത്തിലാണ് ആ പരിപാടി നടത്തുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. ഇത്രയേ സമയമുള്ളൂ. ദൈവനാമം അതിൽ മഹത്വപ്പെടട്ടെ. ഇത് വായിച്ചിട്ട് പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.